Hi friends, അപ്പോൾ ഇതാണ് Vivo Y15s അല്ലെങ്കിൽ Y15C എന്ന് പറയുന്ന പുതിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞാനിതിപ്പോൾ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇതിന് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു, അതൊരു കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് റേറ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഈ ഓഫറുള്ളൂ തോന്നുന്നുണ്ട്. 9,000 രൂപയ്ക്ക് ഈ ഫോൺ കിട്ടും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ മോഡൽ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൽ നിന്നും ഡിസ്കൗണ്ടുകളോ ഓഫറുകളോ ഗിഫ്റ്റുകളോ എന്തെങ്കിലും കിട്ടുമായിരിക്കും. എന്തായാലും 9,000 രൂപ പ്രൈസ് റേഞ്ചുള്ള ഒരു ഫോൺ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പെട്ടി പൊട്ടിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ക്രീൻ, നല്ല വലിയ സ്ക്രീനും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിങ്ങും 5000 mAh ബാറ്ററിയും എല്ലാം കൊണ്ടും നല്ലൊരു ഫോണാണ്. പിന്നെ വിവോ ആയതുകൊണ്ടും ലോങ് ലാസ്റ്റ് യൂസിങ്ങിനൊക്കെ ആയാലും പറ്റിയൊരു മോഡലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഇനി അൺബോക്സ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ അധികം പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോൺ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് Vivo Y15s എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ Y15C എന്നാണെങ്കിലും രണ്ടും സെയിം ആണ്, രണ്ട് ഫോണും എക്സാക്ട്ലി സെയിം ഫോണാണ് വരുന്നത്. അപ്പോൾ ബോക്സൊക്കെ സാധാരണ വിവോയുടെ ഫോണിനകത്ത് കാണുന്ന രീതിയിലുള്ള സെയിം ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ഫോണിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട്, സൈഡിൽ വിവോയുടെ ലോഗോ കൊടുക്കുന്നുണ്ട്. MRP 14,000 രൂപയ്ക്ക് MRP ഫോണിനകത്ത് വരുന്നുണ്ട്, പക്ഷേ റേറ്റ് 9,000 രൂപയ്ക്ക് കിട്ടും. പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, IMEI നമ്പർ, സാർ വാല്യൂ, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. പിന്നെ 5000 mAh ബാറ്ററി, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, AI ഡ്യുവൽ ക്യാമറ, അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഡിജിറ്റൽ ഇന്ത്യയുടെ കുറച്ച് സ്റ്റിക്കറും ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വരുന്നുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വിവോ എന്ന് പറഞ്ഞ വേറൊരു ബോക്സ് കിട്ടും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഈ പറയുന്ന ഒരു ബാക്ക് പോച്ച് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു കാര്യമാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പോച്ച് കിട്ടുന്നുണ്ട്. സാധാരണ ആരും കൊടുക്കാറില്ല, ബാക്ക് പോച്ച് തൊട്ട് ചാർജർ വരെ ആരും കൊടുക്കാറില്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു ഒരു കാര്യമാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് സ്മാർട്ട് ഫോൺ, നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മിസ്റ്റിക് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. പിന്നെ വേറൊരു കളർ കൂടി അവൈലബിൾ ആണ് കേട്ടോ. ഇതിനിവിടെ ചാർജർ വരുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് microSD ചാർജിങ് കേബിളാണ് വരുന്നത്, ടൈപ്പ് സി അല്ല. ഇപ്പോൾ വരുന്ന ഒരുവിധം എല്ലാ ഫോണിലും ടൈപ്പ് സി ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ microSD ടൈപ്പ് സി ആയിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്നൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് Vivo Y15s എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ലുക്കാണ്. ബാക്ക് സൈഡ് നല്ല ബ്ലാക്ക് സൈഡ് പ്ലാസ്റ്റിക് ബോർഡാണ്, പക്ഷേ മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇതാണ് കയ്യിനകത്ത് നിന്ന് വേഗം സ്ലിപ്പായി പോകുന്നു തോന്നുന്നുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റുകളോ അഴുക്കുകളൊന്നും പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് എത്ര യൂസ് ചെയ്താലും അഴുക്കുകളൊന്നും ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. ഇവിടെ വിവോയുടെ ലോഗോ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ നല്ല വെളിച്ചത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ് ആകൃതിയിൽ ഒരു ഷേപ്പ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ ചില നേരത്തെ നമുക്ക് നോക്കുമ്പോൾ ഉണ്ടോ ഒരു ഡിസൈൻ കാണുന്നുണ്ട്. എക്സ് അല്ല, ഇങ്ങനെ കുറേ ലൈനുകൾ നമുക്ക് കുറേ കാണുന്നുണ്ട്. എന്നാലും ഡിസൈൻ നല്ല ഭംഗിയുണ്ട്, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. മുകളിൽ 2 ക്യാമറകൾ അത് നല്ല ഭംഗി തന്നെ കൊടുക്കുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റും ഒക്കെ രസമുണ്ട്. ഫോൺ കാണാൻ നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട്. സൈഡ് നോക്കുമ്പോൾ ഇവിടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്ന പല കമ്പനിക്കാരും ബാക്ക് സൈഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുകളും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൈഡ് മൗണ്ടഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കേട്ടോ. താഴെ നോക്കുമ്പോൾ സ്പീക്കറിൻ്റെ ഗ്രില്ല് വരുന്നുണ്ട്, microUSB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ക്ലീനാണ്. മുകളിലാണ് സിം ട്രാ വരുന്നത്. അത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് അടക്കമുള്ള ഒരു സിം ട്രാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 സിം കാർഡും മെമ്മറി കാർഡും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഇനി ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ സെറ്റപ്പ് ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പുതിയ ഫോണുകളൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ഫോൺ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുവിധം എല്ലാ വീഡിയോയ്ക്ക് താഴെ എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ സർവീസർ എന്ന നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്ത് തരാം, സജസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് Vivo Y15s എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓൺ ആക്കുമ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്, ഞാനത് ഫുൾ ബ്രൈറ്റ്നസ് ഇടുന്നില്ല കാരണം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന കാരണം. ഓക്കെ, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. താഴെ നോക്കുമ്പോൾ കുറച്ച് വലിയ ബെസൽ വരുന്നുണ്ട്, സൈഡിലൊക്കെ വളരെ നൈസാണ്, സ്ലിമ്മാണ് വരുന്നത്. മുകളിൽ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. നോച്ച് ഔട്ട് ഓഫ് ഫാഷനാണ് എന്നുണ്ടെങ്കിൽ കൂടി വിവോയുടെ ഫോൺ അല്ലാതും നോച്ചിനെ ഇറക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴും പിന്നെ അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കൺസിഡർ ചെയ്യുമ്പോഴും കുഴപ്പമില്ലെന്ന് പറയാം. എന്തായാലും ഡിസ്പ്ലേ നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് ഒക്കെ പകുതി തന്നെ ഇട്ടിട്ടുള്ളൂ, ഫുൾ ഇട്ടിട്ടില്ല. ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും ഈ ക്യാമറയിലേക്ക്, അതുകൊണ്ട് ഞാൻ കുറച്ചിടുന്നുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് ആയിട്ടുള്ള ആപ്സ് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഉണ്ട്. ഒരു 2, 3, 4, 5, 6 ആപ്പ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഞെക്കി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. ഇതിനകത്ത് സെറ്റിങ്സിനകത്ത് നോക്കിയിട്ട് ഇതിൻ്റെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. ഇവിടെ ബോട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം വിവോ Y15s എന്ന് കൊടുത്തിട്ടുണ്ട്. 2.3 GHz octa-core പ്രോസസ്സറാണ്. 3 GB റാം, 32 GB സ്റ്റോറേജ് ആണ് കൊടുത്തിട്ടുണ്ട്. 64 GB വേരിയൻറ്റ് കിട്ടും. അതാകുമ്പോൾ ഒരു 1000 രൂപ കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നത്. ഓക്കെ, 12 പ്രതീക്ഷിക്കുന്നില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ 12 കിട്ടിയിരുന്നില്ല, ഒന്നുകൂടെ നന്നായേനെ. എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാം. അതുപോലെ ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio P35 എന്ന് പറയുന്ന അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല ഡീസൻ്റ് ആണെന്ന് പറയാം. ഒരു ഗംഭീര സാധനമല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പ്രോസസ്സറാണ് P35 എന്ന് പറയുന്നത്. പിന്നെ ബാറ്ററി 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ബാറ്ററിയുടെ ഭാഗത്തും വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ഇനി അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വോയിസിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറ വരുന്നുണ്ട് വെറുതെ. ഫ്രണ്ട് 8 MP വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ക്യാമറ റിവ്യൂ ഒന്നല്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 13 MP അല്ലേ ക്യാമറ, അതിൻ്റെതായ ക്വാളിറ്റി കിട്ടുള്ളൂ. പിന്നെ ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന ഫോണൊന്നുമല്ല. നോർമലായിട്ടുള്ള വല്ല ഡോക്യുമെൻറ്റ് ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ എന്തെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഇവിടെ പനോരമ മോഡ്, ബ്യൂട്ടി മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡിൽ നമുക്ക് ഫുൾ HD നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ലൈവ് ഫോട്ടോ മോഡ്, ടൈം ലാപ്സ് മോഡ്, പ്രൊഫഷണൽ മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കേട്ടോ. പിന്നെ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണ് വരുന്നത്. കുറച്ച് ബ്യൂട്ടി മോഡാണ്, നമ്മുടെ മുഖമൊക്കെ കുറച്ചൊന്ന് മേക്കപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. എന്തായാലും കുഴപ്പമില്ലെന്ന് പറയാം. 8 MP ക്യാമറ വരുന്നുണ്ട്. ഈ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് 5 മെഗാപിക്സലിലെ ക്യാമറ ഉണ്ടാവാറുള്ളൂ, ഇവിടെ 8 കൊടുക്കുന്നുണ്ട്. അതും ഒരു നല്ലൊരു കാര്യമായിട്ട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് വിവോ Y15s എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൺ ആർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെക്കൻഡറി ഫോൺ അന്വേഷിച്ച് നടക്കുന്നവർക്ക്, അതായത് പ്രൈമറി ഫോൺ ഉള്ളവർക്ക് സെക്കൻഡറി ഫോൺ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിലുള്ള വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. സാധാരണ നോർമലായിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ്, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലായിട്ട് ഇതിന് കൺസിഡർ ചെയ്യാം. വിവോയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.